ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് തനി നാടൻ മത്തിയാണ് കേട്ടോ. കുറേ കാലം ഇങ്ങനത്തെ ഒക്കെ മത്തി ഒന്ന് കിട്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തനി നാടൻ മത്തി മുളക് കറി പണ്ടത്തെ ഉമ്മമാരൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് തനി നാടൻ മത്തി മുളക് കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ എളുപ്പത്തിൽ തന്നെ നല്ലൊരു മത്തിക്കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ മത്തിമുളക് കറി തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. മത്തിമുളക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാവുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് 15 അല്ലി ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 പഴുത്ത തക്കാളിയാണ്, ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത പഴുത്ത തക്കാളിയാണ് കേട്ടോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തനി നാടൻ പണ്ടത്തെ ഉമ്മമാരൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ടാണ് കേട്ടോ മസാലകളൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ പണ്ടത്തൊക്കെ അതേ രുചി നമുക്ക് കിട്ടുന്നത് കറിക്ക്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് നമുക്ക് നല്ലോണം തിരുമ്മി കൊടുക്കാം. ഈ സവാള തക്കാളി ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് നമ്മൾ കൈ കൊണ്ട് തിരുമ്മുമ്പോൾ നല്ലോണം മിക്സായിട്ട് നല്ല കുറച്ചൊന്ന് കുഴഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ മത്തി മുളക് കറിക്ക് നല്ല പണ്ടത്തെ അതേ രീതിയിൽ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കറിക്ക് നല്ല രുചി കൂടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിത്തൊക്കെ വെള്ളം ഒന്ന് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കാം. പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ വാളംപുളി കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് പുളിയാണ് ഉള്ളത് ആ പുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതൊരു 3 കഷ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ പണ്ടത്തെ ഉമ്മമാർക്ക് അധികം തിക്കില്ലാതെയാണ് കട്ടിയില്ലാതെയാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കറിയൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ഈ മീനിന് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് മീൻ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ കറി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തിളക്കണം. സ്റ്റൗ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒന്ന് നല്ല തിളക്കണം. തക്കാളി ഉള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി തക്കാളിയും ഉള്ളിയൊക്കെ നല്ലൊന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 to 10 മിനിറ്റ് വരേക്കും നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറിയിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ആ സമയം വരേക്കും നമുക്ക് ഈ കറീനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയിലേക്ക് മീൻ ഇടാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള മീനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മത്തി അതിലേക്ക് ഒരു 6-7 മത്തിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മത്തിക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ എന്താ പറയുക, ആളുടെ എണ്ണം അനുസരിച്ചിട്ട് മത്തി ഇട്ടിട്ടാണ് ഞാനിവിടെ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 6 to 7 മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറിക്ക്. അതിനാളായിട്ടുള്ള ഇതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മീനിനെ ഒന്ന് തിളച്ച് വരുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീനൊന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നമ്മുടെ പണ്ടത്തെ അതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല തനി നാടൻ മത്തി മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഒന്ന് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ തനിനാടൻ മത്തി മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ തനിനാടൻ മത്തി മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.